മക്കയിലെ പ്രബോധനത്തിൽ അള്ളാഹുവിന്റെ മതത്തെ അറിയുകയും ആരാധനകൾ നിർവഹിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്തവർക്ക് കഠിനമായ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അവരിൽ പലരും ഷഹീദാകുന്ന അവസ്ഥയുണ്ടായി. പലരെയും അവരുടെ മുതലാളിമാർ ക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. മരുമണലിൽ കിടത്തി വലിക്കുകയും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇരുമ്പ് തറയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. മഹാന്മാരായ സ്വഹാബിമാർ വലിയ ഒരു പീഡനത്തിന്റെ കാലയളവിനാണ് മക്കയിൽ സാക്ഷ്യം വഹിച്ചത്. ആ നേരത്തൊക്കെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ക്ഷമിക്കൂ, സഹിക്കൂ, ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകുന്ന, അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ചോദിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരെ തെര്യപ്പെടുത്തി, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവിടെ നിന്ന് ഈ പ്രയാസങ്ങളൊന്നും സഹിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ ആദ്യം ഹബശയിലേക്ക്, പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയി. മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ജന്മനാട് വിട്ട് മദീനയിലേക്ക് വന്നു. അവിടെയെങ്കിലും സ്വസ്ഥമായൊന്ന് ജീവിച്ച്, അവിടെയെങ്കിലും സമാധാനത്തോടുകൂടി ആരാധനകൾ നിർവഹിച്ച് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന നേരത്താണ് മക്ക മുക്കറമയിൽ നിന്ന് വലിയ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് കച്ചവടത്തിന് യാത്ര ചെയ്യുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിന്റെ കയ്യിലുള്ള ചരക്കുകൾ മക്കയിൽ മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുകൂടിയാണ്. മഹാന്മാരായ സ്വഹാബിമാരിൽ പലരും മക്കയിലെ സമ്പന്നരായിരുന്നല്ലോ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ വ്യാപാരിയായിരുന്നല്ലോ, കച്ചവടക്കാരനായിരുന്നല്ലോ. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് മക്കയിൽ വീടുകൾ, തട്ടുകളുള്ള ഭവനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ചരിത്രം അങ്ങനെ പലരെയും രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം വിട്ടൊഴിഞ്ഞിട്ടാണ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്വന്തം ആർജിച്ചെടുത്ത സ്വത്തുകൾ മുഴുവനും ഉപേക്ഷിച്ചിട്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് മദീനയിലേക്ക് പോയത്. ആ സ്വത്തുവകകളെല്ലാം ചേർത്തു വെച്ച് മക്കക്കാരുടെ വിഹിതവും കൂട്ടിവെച്ച് വലിയ ഒരു യാത്രാ സംഘം ഷാമിലേക്ക് കച്ചവടത്തിനു പോയി. അവിടെ നിന്ന് ലഭിക്കുന്ന പൈസ, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, ആ ലാഭത്തിൽ അവർ കരുതിയിരുന്നത് വലിയ ലാഭം കിട്ടുമ്പോൾ അതിന്റെ ഒരു പങ്കുകൊണ്ട് മദീനയെ ആക്രമിക്കാമെന്നാണ്. മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് പല തവണകളിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ മദീനയുടെ ചാരത്ത് വന്ന് നടത്തിയിട്ടുണ്ട്. ഒട്ടകങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊള്ളയടിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഈ ദീനിനെയും എന്നേക്കുമായി ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി ഈ സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച് നമുക്ക് യുദ്ധം ചെയ്യണം. ആ സംഘം യാത്ര തിരിച്ച വാർത്തയറിഞ്ഞപ്പോ അവരുടെ കയ്യിലുള്ള സമ്പത്ത് അധികവും ആരുടേതാണ്? മഹാന്മാരായ മുഹാജിറുകളുടേതാണ്. ആ സമ്പത്തും അതുപോലെ അവരുടെ യാത്രാ സംഘത്തിന്റെ ഉദ്ദേശവും എല്ലാം മനസ്സിലാക്കിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാനെയും സംഘത്തെയും തടയാനാണ് മക്കയിൽ നിന്ന് ആ യാത്ര പുറപ്പെട്ട സംഘത്തിനെ തടയുന്നതിന് വേണ്ടിയാണ് മദീനയിൽ നിന്ന് 313 ആളുകളോടൊപ്പം യാത്ര ചെയ്യുന്നത്. 150 കിലോമീറ്റർ അകലെയുള്ള ബദർ, ആ ബദറിലേക്ക് യാത്ര ചെയ്തെത്തുമ്പോ പക്ഷേ ആരെയാണോ ഉദ്ദേശിച്ചിരുന്നത്, ആ യാത്രാ സംഘവും കച്ചവട സംഘവുമെല്ലാം ഈ വരവ് അറിഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഗത്തുകൂടി മക്കയിലേക്ക് തിരിച്ചു. അബൂ സുഫിയാന്റെ ചാരന്മാർ കൃത്യമായി വിവരം കൊടുത്തു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഇതാ മദീനയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു സംഘം നിങ്ങളെ തടയാൻ വന്നിട്ടുണ്ട്. ആ സമയം തന്നെ മക്കയിലേക്ക് ഒരു വിവരം ചെന്നു, നിങ്ങളുടെ സമ്പത്തുമായി കച്ചവടത്തിന് പോയ അബൂ സുഫിയാനെ മദീനക്കാർ തടയാൻ പോകുന്നു. അത് കേട്ട ഉടനെ മക്കയിൽ നിന്ന് ശത്രുക്കളെല്ലാം ഉത്ബത്തും ശൈബത്തും വലീദും ഉമയ്യത്ത് ഇബ്നു ഖലഫും ഉൾപ്പെടെ ആ കാലത്ത് ജീവിച്ചിരുന്ന മക്കയിലെ പ്രമാണിമാരെല്ലാം ഇനി എക്കാലത്തേക്കും ഇസ്ലാമിനെ ഇല്ലാതെയാക്കണം, ഇനിയൊരു ഭീഷണിയും നമുക്കുണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ ഉന്മൂലനം ചെയ്യാൻ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എന്നാൽ മറുഭാഗത്തുകൂടി മക്കയിലെത്തിയ അബൂ സുഫിയാൻ അവർ
അവരുടെ സംഘം അറിയിച്ചു, യുദ്ധത്തിലേക്ക് കടക്കേണ്ടതില്ല, പോകേണ്ടതില്ല, യാത്രാ സംഘം തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പുറപ്പെട്ട ആളുകൾ എല്ലാ കാലത്തേക്കും ഇസ്ലാമിനെ അസ്തമിപ്പിച്ചു കളയാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഇനി ഇവിടെ മുഹമ്മദ് നബിയുടെ ആശയം ആവശ്യമില്ല, ഇനി ഇവിടെ ഇസ്ലാം ആവശ്യമില്ല, മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഇവിടെ നിലനിൽക്കുകയില്ല, കൊല്ലാനിറങ്ങി വന്ന ആയിരങ്ങൾ ബദറിലേക്ക് വരികയാണ്. അവിടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ആ വാർത്തയറിഞ്ഞു. തങ്ങൾ ആരെയാണോ ലക്ഷ്യം വെച്ചു വന്നത് അവർ തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പകരം അവരുടെ സ്വത്ത് സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ കൂടെ കള്ളും പെണ്ണും മതാലസമാരായ സ്ത്രീകളും ചെണ്ടകളും മദ്ദളങ്ങളുമെല്ലാമുള്ള വാദ്യോപകരണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആഡംബരങ്ങളുടെയും അഹങ്കാരത്തിന്റെയും എല്ലാം മൂർത്തിഭാവങ്ങൾ പലതുമിതാ ബദറിന്റെ ഭാഗത്ത് വന്ന് ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയാണ്. എന്തു ചെയ്യണം സ്വഹാബ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്തു ചെയ്യണം സ്വഹാബ? മുഹാജിറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയോടൊപ്പം ഇറങ്ങി വന്നവരാണ്, അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടേതെല്ലാം ഉപേക്ഷിച്ചവരാണ്, ഞങ്ങൾ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറാണ്, അങ്ങ് എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ മറുഭാഗത്തുള്ളതാരാണ്? എല്ലാം ഉപേക്ഷിച്ചു വന്നവർക്ക് അഭയം നൽകിയവർ, എല്ലാ സൗകര്യങ്ങളും ചെയ്തവർ, വീടൊരുക്കി നൽകിയവർ, കച്ചവടത്തിന്റെ പാതി നൽകിയവർ. അവരെ ഈ വലിയ അപകടത്തിലേക്ക് വലിച്ചിഴക്കണോ? ഉടനെ അതാ മഹാന്മാരായ അൻസ്വാറുകളിൽ നിന്നുള്ളവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അൻസ്വാറുകളിൽ നിന്നുള്ള സ്വഹാബത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഹാനരായ മിഖ്ദാദ് തങ്ങളുടെ വർത്തമാനം ചരിത്രത്തിൽ കാണാം, പഠിക്കാനാണ്. സയ്യിദുനാ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ സാഹചര്യം അവിടുത്തെ ജനതയെ വിളിച്ചത് ഓർമ്മയുണ്ടല്ലോ. അവര് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഖാഇദൂൻ. ഓ മൂസാ പ്രവാചകരെ, നിങ്ങളും നിങ്ങളുടെ പടച്ചവനും കൂടെ പോയി യുദ്ധം ചെയ്യാനല്ലേ കലീമുല്ലാഹി മൂസയോട് അവിടുത്തെ ജനത പറഞ്ഞത്? ഓ പ്രവാചക പ്രഭോ, അങ്ങ് മുന്നിൽ ഇറങ്ങിക്കോ, അങ്ങയും അങ്ങയുടെ റബ്ബും, അതോടൊപ്പം ഇന്നാ മഅകുമാ, ഞങ്ങളും അങ്ങയുടെ കൂടെ വരാം നബിയെ. അങ്ങ് ഞങ്ങളെ വിളിക്കുന്നത് ആഴക്കടലിൽ ഇറങ്ങാനാണെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും നബിയെ, ഞങ്ങൾ പിന്തിരിയുകയില്ലെന്ന് സയ്യിദുനാ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഓ മിഖ്ദാദ്, നിങ്ങളെ ജിബ്രീൽ ഇഷ്ടപ്പെടുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാറുകളുടെ വർത്തമാനമാണ്, സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ വർത്തമാനമാണ്. യാ റസൂലല്ലാഹ്, വേണ്ടതെന്താണെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ മതി നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട്. അങ്ങകൽ ആഫ്രിക്കയിലെ ബർഖുൽ ഇമാദിനെ കുറിച്ച് കേട്ടിട്ടില്ലയോ? ഇറങ്ങിപ്പോകുന്ന മനുഷ്യരൊക്കെയും മരണത്തിലേക്ക് ചെന്ന് വീഴുന്ന ആഫ്രിക്കയിലെ ആ തണുപ്പുറഞ്ഞ പ്രദേശം, ചതുപ്പ് നിറഞ്ഞ പ്രദേശം, അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ എത്രയാണെന്നറിയാമല്ലോ. ബർഖുൽ ഇമാദ് എന്ന പേര് കേട്ട കുപ്രസിദ്ധമായ ചതുപ്പ്. ഓ യാ ഹബീബല്ലാഹ്, ബർഖുൽ ഇമാദ് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ടിറങ്ങാനാണ് ഞങ്ങളോട് പറയുന്നതെങ്കിലും ഞങ്ങളിൽ ഒരാൾ പോലും പിന്തിരിയുകയില്ല, ഞങ്ങൾ അങ്ങയുടെ കൂടെ വരും നബിയെ. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു തീരുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം വരാനുണ്ട്, അല്ലാഹുവിന്റെ സഹായം വരാനുണ്ട്. ബദരീങ്ങളുടെ ഈമാൻ, ആ ഈമാനാണ് നമ്മുടെ ഖൽബിലേക്ക് തിരിച്ചു വരേണ്ടത്. അലറി വിളിക്കുന്ന ആയിരങ്ങളുടെ നടുത്തളത്തിൽ നിൽക്കുമ്പോഴും അല്ലാഹു ഉണ്ടെന്ന ചിന്തയാണ് അവരെ ഭരിച്ചിരുന്നത്. ആ ഈമാനാണ് ഇന്ന് ആധുനിക മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. ബദറിന്റെ ചരിത്രം വിശാലമായി നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. എല്ലാ കാലത്തും ഇസ്ലാമിന്റെ വിരോധികൾ കുഴിച്ചു മൂടാൻ ശ്രമിച്ച ചരിത്രമാണ് ബദറിന്റെ ചരിത്രം. ഈ രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്ന വൈദേശികരായ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് മലബാറിൽ കണ്ടുകെട്ടിയ കൃതികളുടെ ചരിത്രം എടുത്തു നോക്കൂ. മലയാളത്തിലും അറബി മലയാളത്തിലും രചിക്കപ്പെട്ട ബദരീങ്ങളുടെ മദ്ഹുകളാണ് അതിലധികവും ഉണ്ടായിരുന്നത്. അവർക്കറിയാം ബദരീങ്ങളെ പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഊർജം വലുതാണ്. അവർക്കറിയാം ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന ആവേശം വലുതാണ്. അവർക്കറിയാം ബദരീങ്ങളുടെ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈമാനികമായ സന്തുഷ്ടി അത് വലുതാണ്, ഈമാനികമായ സംതൃപ്തികൾ വലുതാണ്. അവർക്കറിയാം ബദരീങ്ങൾ ഈ ഉമ്മത്തിന്റെ നായകരാണ്. ആ ഉമ്മത്തിന്റെ
നായകന്മാരെ വെട്ടിമൂടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഓർമ്മകളിൽ നിന്ന് അവസാന തുടിപ്പുകളെയും എടുത്തുകളയാനാണ് രാജ്യം ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരൻ കണ്ടുകെട്ടിയ സാഹിത്യങ്ങളിലധികവും ബദരീങ്ങളുടെ പടപ്പാട്ടുകളായിരുന്നു. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. പടയൊരുക്കി പുറപ്പെടുന്നതിന്റെ തലേ രാത്രികളിൽ മലബാറിൽ ഉയർന്നു കേട്ട സമരഗീതികൾ അത് മഹാന്മാരായ ബദരീങ്ങളുടെ മദ്ഹായിരുന്നു. അവരെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? അവരില്ലെങ്കിൽ ഇവിടെ ഇസ്ലാമില്ല, അവരില്ലെങ്കിൽ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അവരില്ലെങ്കിൽ ഇവിടെ നിസ്കാരങ്ങളില്ല, അവരില്ലെങ്കിൽ ഈ പള്ളി മിനാരങ്ങളില്ല, അവരില്ലെങ്കിൽ ഈ ബാങ്കുലികളില്ല, അവരില്ലെങ്കിൽ ഇസ്ലാമികമായ ചലനങ്ങളോ ചടുലമായ മുന്നേറ്റങ്ങളോ ഇല്ല. നമ്മുടെ നേതാക്കളായ ബദരീങ്ങളില്ലായിരുന്നുവെങ്കിൽ, അവരെന്ന് ത്യാഗം സഹിച്ച് പടപ്പുറപ്പാടിനിറങ്ങിയിരുന്നില്ല എങ്കിൽ, അവരുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാം. ആ ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അവരെ അല്ലാഹു സ്നേഹിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരെ സ്നേഹിച്ചു. മഹാന്മാരായ ബദരീങ്ങളുടെ മദ്ഹുകൾക്ക് വലിയ പ്രാധാന്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സഹീഹുൽ ബുഖാരി. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മഹാന്മാരായ ബദരീങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നത്, അവരുടെ മനാഖിബ് ചൊല്ലുന്നത്, മഹാന്മാരായ ബദരീങ്ങളെ പുകഴ്ത്തി പറയുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുന്ന നേതാവായ നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടികൾ ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങളെ കുറിച്ച് അവർ മദ്ഹ് പാടുമ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ബദരീങ്ങളുടെ മദ്ഹാണ്, അത് തന്നെ ചൊല്ലൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്ത സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാന്മാരായ ബദരീങ്ങളോട് വഴിയിൽ വെച്ചൊരു തർക്കമുണ്ടായാൽ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണോ, അവരോട് വിട്ടുവീഴ്ച ചെയ്ത സ്വഹാബിമാരുണ്ട്. സദസ്സിലേക്ക് കടന്നു വന്നാൽ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണോ, അവർക്കിരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത സ്വഹാബിമാരുണ്ട്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ മഹാന്മാരായ ബദരീങ്ങൾക്കുണ്ട്. അതുപോലൊരു ജനത ഒരു നബിക്കും ഉണ്ടായിട്ടില്ല, ഒരു റസൂലിന്റെയും കൂടെ വന്നിട്ടില്ല. എല്ലാം വലിച്ചെറിഞ്ഞിറങ്ങി തിരിച്ചു വന്നവർ, എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിനു വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞവർ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് മൗലിദ് ചൊല്ലി ഒജീനം വിതരണം ചെയ്ത് പറഞ്ഞു തീർക്കേണ്ട ചരിത്രമല്ല. നമ്മുടെ എല്ലാം ഓർമ്മകളിൽ എക്കാലവും ഉണ്ടാകേണ്ട ചരിത്രമാണ്. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചരിത്രമാണ്. ബദറിൽ പടഞ്ഞു വീണ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വഹാബി സയ്യിദുനാ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 16 വയസ്സ് പ്രായം മാത്രമാണ് അവിടുന്ന് ബദറിൽ പടഞ്ഞു വീഴുമ്പോൾ അവിടുന്ന് ഉണ്ടായിരുന്നത്. 16ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആ പോർക്കളത്തിലേക്ക് എടുത്തുചാടിയ ഉമൈർ ഇബ്നു അബീ വഖാസിനെ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കൂടിയ സ്വഹാബി സയ്യിദുനാ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. 63 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. 63 വയസ്സുകാരൻ. എന്റെ സദസ്സിൽ ശബ്ദം കേൾക്കുന്ന 50 കഴിഞ്ഞവരില്ലേ, 60 കഴിഞ്ഞവരില്ലേ, ആലോചിക്കാനാണ്. 63ാമത്തെ വയസ്സിൽ ബദറിന്റെ പോർക്കളത്തിൽ നിന്ന് ഉത്ബത്ത് എന്ന മക്കയിലെ ഏറ്റവും വലിയ മല്ലൻ വെല്ലുവിളിക്കുമ്പോ ഞാൻ ഇറങ്ങാം നബിയെ, പോർക്കളത്തിലേക്ക് ചാടിയിറങ്ങിയ സ്വഹാബിയുടെ പ്രായം 63 വയസ്സാണ്. സയ്യിദുനാ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ആ പോരാട്ടത്തിന്റെ ഇടയിൽ അവിടുത്തെ തുണയലിനെ വെട്ടുകൊണ്ട് പിടഞ്ഞു താഴെ വീണു. മുസ്തഫായ നബി തങ്ങളുടെ മടിത്തട്ടിലാണ് കൊണ്ട് കിടത്തിയത്. ഹബീബായ നബി തങ്ങളെ മടിയിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലസ്തു ഷഹീദാ, ഞാൻ ഷഹീദാണോ നബിയെ? എനിക്ക് വെട്ടുകൊണ്ട് താഴെ പതിച്ചു എന്നത് ശരിയാണ്, പക്ഷേ എന്റെ ജീവൻ പൊലിഞ്ഞില്ലല്ലോ. എന്റെ ഈ മുറിവ് യാ റസൂലല്ലാഹ് എനിക്ക് നിന്ന് പോരാടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മടിത്തട്ടിൽ കിടന്ന ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് തങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ടാണ് അഷ്ഹദു അന്നക ഷഹീദുൻ, നിങ്ങൾ ഷഹീദാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര സ്വഹാബിമാർ ബദറിൽ പിടഞ്ഞു വീണ 14 പേരുടെയും ചരിത്രം ഇതുപോലെ എണ്ണി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഹുസൈമ
ഹുസൈമ റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവും മകനും കൂടി അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നു. അയ്യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു നബിയെ. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി വരേണ്ടതില്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഹുസൈമയോട് പറഞ്ഞു, നിങ്ങളും വാപ്പയാകുന്ന ഹുസൈമയും കൂടി യുദ്ധത്തിന് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ പിന്നെ ആരാണുള്ളത്? അതുകൊണ്ട് ഞറുക്കിടാം. ഞറുക്ക് വീണത് മകനായ സഅദ് ഇബ്നു ഹുസൈമയ്ക്കാണ്. ഉടനെ വാപ്പയായ ഹുസൈമ എന്നവർ സഅദ് എന്ന മകനോട് ചോദിച്ചു അത്രേ, മോനെ, ആ അവസരം ഉപ്പയ്ക്ക് തരാമോ? ആ അവസരം ഉപ്പയ്ക്ക് തരാമോ? ഉടനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, ഉപ്പാ, ദുനിയാവിൽ ഞാൻ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ സ്വർഗത്തിന് പകരം മറ്റെന്ത് ചോദിച്ചിരുന്നെങ്കിലും ഞാൻ അങ്ങേക്ക് തരുമായിരുന്നു ഉപ്പാ. ഈ അവസരം അങ്ങേക്ക് തരാൻ എനിക്ക് കഴിയില്ല ഉപ്പാ. ഇതെന്റെ അവസരമാണ്. സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഹുസൈമ ബദറിൽ ഷഹീദായി. അവരുടെ ഉപ്പ ഹുസൈമ എന്നവർ ഉഹദിൽ ഷഹീദായി എന്നാണ് ചരിത്രം. ഇങ്ങനെ പറഞ്ഞാൽ 14 ആളുകൾ, അവരുടെ പേരുകൾ, അവരുടെ വല്യുപ്പമാരുടെ പേരുകൾ, അവരുടെ വാപ്പമാരുടെ പേരുകൾ, അവരുടെ തറവാടുകളുടെ പേരുകൾ, ലോക ചരിത്രത്തിൽ ഇതുപോലെ പോരാട്ടത്തിനിറങ്ങിയ മനുഷ്യരുടെ പേരും തറവാടുമെല്ലാം അടയാളപ്പെടുത്തപ്പെട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളെ 313 ആളെ പേര് പല ആളുകൾക്കും കാണാപ്പാടമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിനിറങ്ങിയവർ. ഈ ചെറിയൊരു സമയത്ത് ബദറിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാടുകളിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നു. ബദരീങ്ങളെ പേര് പറയാൻ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത 10 പേരുടെ പേരോ വാപ്പയുടെ പേരോ നമുക്കറിയില്ല. ബദരീങ്ങളെ പേര് പറഞ്ഞാൽ നമുക്കറിയാം. അബൂബക്കറിൻ, ഉമറു, ഉസ്മാനു, സുമ്മ ഹൈദറു, നസ്ലുൽ ലിഔഫിൻ ആമിറു, വത്വൽഹതു ഇബ്നു ഉബൈദില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. ഇങ്ങനെ തുടങ്ങിയാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവ് മുതൽ 313 ആളുകളുടെയും പേര് നമുക്കറിയാം. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ബദറിന്റെ ദിവസം നമ്മുടെയൊക്കെ വീട്ടിൽ കൂടിയിരുന്ന് ബദരീങ്ങളുടെ മേൽ യാസീൻ ഓതി ദുആ ഇറക്കണം. അവരുടെ ഓർമ്മകൾ നിലച്ചു പോകരുത്. നമ്മുടെ മക്കൾക്ക് ബദറിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു നിൽക്കുന്ന ഈ കാലത്ത് ബദരീങ്ങളുടെ ചരിത്രത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആയിരക്കണക്കായ ശത്രുക്കളുടെ നടുവിലേക്ക് ഈമാനികമായ ആവേശം കൊണ്ട് ഇറങ്ങിത്തിരിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയവർ. അവരുടെ ഓർമ്മകൾ പരിശുദ്ധമായ ബദർ വെള്ളിയാഴ്ച ദിവസമാണ് നടന്നത് എന്നാണ് 17. അതുപോലെയുള്ള ഓർമ്മകൾ തുടിക്കുന്ന ഒരു ദിവസമാണിത്. അള്ളാഹു ബദരീങ്ങളുടെ കൂടെ സ്വർഗം നൽകുമാറാകട്ടെ. അവരെ സ്നേഹിച്ചാൽ ഈമാനോടുകൂടി മരിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അപ്പോൾ ബദരീങ്ങളായ മഹാന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുകയും അറിയുകയും പഠിക്കുകയും ഒക്കെ വേണം. നമ്മളത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷഹീദ് എന്ന് പറഞ്ഞാൽ അത് വലിയ പദവിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന പദം ദുരുപയോഗം ചെയ്യുന്നത് പോലെയാണ് ഇന്ന് ഷഹീദ് എന്ന പദം ദുരുപയോഗം ചെയ്യുന്നത്. ഷഹീദ് എന്ന് പറഞ്ഞാൽ കുടുംബ വഴക്കിൽ മരിച്ചാലോ, രാഷ്ട്രീയ വഴക്കിൽ മരിച്ചാലോ, രണ്ടാൾ തമ്മിൽ അടികൂടി മരിച്ചാലോ, കൊട്ടേഷൻ വർക്കിൽ മരിച്ചാലോ അവർക്കൊക്കെ പ്രയോഗിക്കാനുള്ള പ്രയോഗമല്ല. പ്രയോഗം ഷഹീദ് എന്നത് ഉന്നതമായ പ്രയോഗമാണ്. ഷഹാദത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ വളരെ നിസ്സാരമായി പലരും ഉപയോഗിക്കുന്ന കാലമാണ്. എല്ലാത്തിനും കൂടെ ചേർത്ത് കൊടുക്കുന്ന കാലമാണ്. അങ്ങനെയല്ല. നമ്മുടെ മഹാന്മാരായ ശുഹദാ, അവരുടെ പോരാട്ടത്തിന് ഒരൊറ്റ ലക്ഷ്യം, വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ. അവരുടെ മനസ്സിൽ ഒരൊറ്റ ആശയം, ആ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉയർപ്പാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടിയുള്ള പോരാട്ടം. മുസ്തഫായ നബി തങ്ങളുടെ കൂടെ പൊരുതി വീണ മഹാരഥന്മാരായ സ്വഹാബത്ത്. അങ്ങനെ നമ്മൾ ലളിതവൽക്കരിക്കുമ്പോൾ പല പദവികളും നമ്മുടെ ഇടയിൽ നിന്ന് അതിന്റെ മഹത്വം കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ്. അവരുടെ ത്യാഗത്തെക്കുറിച്ച്, അവരുടെ ഈമാനിനെ കുറിച്ച്
നമ്മൾ പറഞ്ഞല്ലോ 16-ാമത്തെ വയസ്സിൽ 150 കിലോമീറ്റർ നടന്നുപോയി യുദ്ധം ചെയ്യാൻ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു തടസ്സം ഉണ്ടായില്ല. നമ്മുടെ മക്കളിൽ എത്ര പേർ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. റമദാനിലല്ല, അല്ലാത്തപ്പോൾ 16 വയസ്സുള്ള എത്ര മക്കൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഈ അല്ലാഹു അക്ബർ വിളി കേട്ടിട്ട് ഈ ചുറ്റുഭാഗത്തു നിന്നും ഈ ഗ്രൗണ്ടിൽ കളിച്ചാൽ പോലും കയറി നിസ്കരിക്കാത്ത കുഞ്ഞുങ്ങളില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കളെ നമ്മൾ ഈ സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഈമാനിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നീട് അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബദരീങ്ങളെ കുറിച്ച് കൂടുതൽ പറയാം. അള്ളാഹു അവരുടെ മദദ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുട്ടികളുടെ പരീക്ഷയുടെ സമയം കൂടിയായതിനാൽ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു ഈ റമദാൻ നമുക്ക് ഉപകാരപ്രദമായ റമദാനായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.